രാജ്യങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ക്ഷമ ചോദിച്ച് ഇറാൻ. രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണം. GCC രാജ്യങ്ങളിൽ ഇനി ആക്രമണം നടത്തില്ല എന്നും നേരിട്ട് ആക്രമിച്ചാൽ മാത്രം പ്രത്യാക്രമണമെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അതിനിടെ താൽക്കാലികമായി നിർത്തിവെച്ച ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങി. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റഹീസ്, ഈ ഇസ്രായേൽ അമേരിക്ക ഇറാൻ ആക്രമണം അത് എത്രത്തോളം നീണ്ടുപോകുമെന്ന് അറിയില്ല, പക്ഷേ ഇറാന്റെ ഈ ക്ഷമാപണം അതിനെ ഒരു പോസിറ്റീവ് സൈനായി കാണാമല്ലേ? തീർച്ചയായിട്ടും അതിനെ ഒരു പോസിറ്റീവ് സൈഡായി തന്നെ കാണണം. കാരണം അതൊരു പ്രതീക്ഷിക്കപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഈ UAE ഒപ്പം തന്നെ സൗദി അറേബ്യ ഇവിടുത്തെ ഒക്കെയും നേതാക്കൾ ഇറാനിലെ നേതാക്കളുമായി സംസാരിച്ചിരുന്നു. രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള ചർച്ചയിൽ ഇത്തരത്തിലൊരു സമാധാന ഒരു ഉടമ്പടി അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായി വരും, അങ്ങനെ ഒരു സാഹചര്യമാണ് വരാനിരിക്കുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോഴും രാവിലെയൊക്കെയും ബഹ്റൈനിൽ നടന്ന ആക്രമണം, ഇന്നലെ രാത്രി പരക്കെ നടന്ന ആക്രമണം, ഇതൊക്കെയും ഇത്ര പെട്ടെന്ന് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇറാനെ കൊണ്ടെത്തിക്കും അല്ലെങ്കിൽ ഇറാൻ അത്തരം ഒരു തീരുമാനം എടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ പെട്ടെന്നാണ് ഇത്തരത്തിൽ ഇറാൻ പ്രസിഡന്റ് അദ്ദേഹം ഒരു ക്ഷമാപണം നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചതിൽ, അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. ഒപ്പം തന്നെ തങ്ങളായി ഇനി അങ്ങോട്ട് ആക്രമിക്കില്ല, ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ മാത്രമേ ഇനി നേരിട്ടുള്ള ആക്രമണം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. നിശ്ചയമായിട്ടും അത് ഈ ഘട്ടത്തിൽ, ഈ സാഹചര്യത്തിൽ അത് പ്രതീക്ഷിക്കുന്നതും ഒപ്പം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. കാരണം അത്ര ഒരു വീണ്ടും ഒരു ഭയപ്പാടിലേക്ക് കഴിഞ്ഞ ദിവസം അതെ, അയൽ രാജ്യങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ക്ഷമ ചോദിക്കുകയാണ് ഇറാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.